ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമായണം എന്ന അടുത്ത ഒരു ഭാഗം അഹല്യ മോക്ഷം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ഗുരുഭ്യോ നമ. ഗണേശായ നമ. സരസ്വതിയെ നമ. അഹല്യമോക്ഷം. അപ്പോൾ കഴിഞ്ഞ ഒരു ഭാഗത്ത് നമ്മൾ കണ്ടത് താടക വധമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി അടുത്തത് വിശ്വാമിത്രൻ രാമ ലക്ഷ്മണന്മാരെയും കൊണ്ട് ഇങ്ങനെ ആ ഒരു യാത്രയാണ്. ആ യാത്രയിൽ കാണുന്ന കാഴ്ചകളാണ്. അപ്പോൾ വായിക്കാം. ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. എന്നത് കേട്ട് വിശ്വാമിത്രനും മുര ചെയ്ത് പന്നകേശായി പരൻ തന്നോട് പരമാർത്ഥം. പറഞ്ഞ ഇത് ഇപ്പോൾ ഈ കാര്യങ്ങൾ ഇത്ര നേരം വിശ്വാമിത്രൻ പലതും ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്ത് അവരുടെ ആ ഒരു സംവാദമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് കണ്ടത്. അപ്പോൾ ഈ അഹല്യമോക്ഷത്തിൽ വിശ്വാമിത്രൻ പറയുന്നു, എന്താ പറയുന്നത്? പന്നകേശായി പരൻ തന്നോട് പരമാർത്ഥം. അതായത് രാമൻ്റെ ശരിക്കുള്ള ആ ഒരു കഥ പറയുന്നു. രാമനോട് കാര്യങ്ങൾ പറയുന്നു. എന്തൊക്കെയാണ് പറയുന്നത്? കേട്ടാലും പുരാവൃത്തമെങ്കിലോ നീ ഒരു പഴയ കഥയെക്കുറിച്ച് പറയുന്നു അഹല്യയുടെ. അപ്പോൾ എന്നത് കേട്ട് വിശ്വാമിത്രനും മുര ചെയ്തു. വിശ്വാമിത്രൻ പറയുന്നു, പന്നകേശായി എന്ന് പറയുന്നത് വിഷ്ണു ഭഗവാൻ, ആ ഒരു അനന്തൻ്റെ മുകളിൽ കിടക്കുന്ന വിഷ്ണു ഭഗവാനോട്. അപ്പോൾ രാമൻ വിഷ്ണു ഭഗവാൻ തന്നെയാണെന്നാണ്. ആ വിഷ്ണു ഭഗവാനോട് പരമാർത്ഥം പറയുന്നു, ആ ഒരു കഥ പറയുന്നു. കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാര നീ വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമ മുനി. പറയുന്ന ഈ പഴയ ഒരു കഥ നീ കേൾക്കൂ. അതായത് ഒരു ഗൗതമ മുനി മഹർഷി ഗംഗാരോദസി നല്ലൊരു ആശ്രമത്തിങ്കലത്ര മംഗലം വർദ്ധിച്ചിടും തപസാ വാഴും കാലം. പറയുന്ന ഗംഗയുടെ ഈ തീരത്ത് ഒരു ആശ്രമത്തിൽ ജീവിക്കുന്ന കാലത്ത് ലോകേശൻ നിജസുതയായുള്ള ഒരു അഹല്യയാം ലോകസുന്ദരിയായ ദിവ്യകാരത്നം ഗൗതമ മുനീന്ദ്രന് കൊടുത്തു വിധാതാവും കൗതുകം പൂണ്ട് ഭാര്യ ഭർത്താക്കന്മാരായവർ. അപ്പോൾ ലോകേശൻ എന്ന് പറയുന്നത് ബ്രഹ്മാവാണ്. നിജസുതയായുള്ള എന്ന് പറഞ്ഞാൽ തൻ്റെ പുത്രിയായ അഹല്യയാം ലോകസുന്ദരിയായ ദിവ്യ കന്യകാരത്നം നല്ല ഭംഗിയുള്ള അഹല്യയെ ഗൗതമ മുനീന്ദ്രന് കൊടുത്തു. ബ്രഹ്മാവ് കല്യാണം കഴിച്ച് കൊടുത്തു, വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ കൗതുകം പൂണ്ട് ഭാര്യ ഭർത്താക്കന്മാരായവർ ഗൗതമ മുനിയും അഹല്യാദേവിയും ആശ്രമത്തിൽ ജീവിക്കുന്നു. ഭർത്തൃ ശുശ്രൂഷ ബ്രഹ്മചാര്യാദി ഗുണങ്ങൾ കണ്ട് എത്രയും പ്രസാദിച്ച് ഗൗതമ മുനീന്ദ്രൻ. അപ്പോൾ ഭർത്തൃ ശുശ്രൂഷയൊക്കെ ചെയ്ത് വളരെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ കൊണ്ട് നടന്ന ഒരു നല്ല ജീവിതം നയിക്കുകയായിരുന്നു. തന്നെ പത്നിയായ ഒരു അഹല്യയും ചേർന്ന് പർണശാലയിൽ അത്ര വസിച്ചു ചിരകാലം. അപ്പോൾ അഹല്യയോടുകൂടി ചേർന്നിട്ട് ഗൗതമ മുനി ആ പർണശാലയിൽ ആശ്രമത്തിൽ ജീവിക്കുകയായിരുന്നു. കുറേ കാലം ജീവിച്ചു. വിശ്വമോഹിനിയായൊരു അഹല്യാരൂപം കണ്ട് ദുശ്യവനനും കുസുമായുധവശനായാൻ. വിശ്വമോഹിനിയായ അഹല്യാരൂപം. അപ്പോൾ അഹല്യയുടെ ആ രൂപമെല്ലാം കണ്ട് ഇന്ദ്രൻ, ദുശ്യവനൻ എന്ന് പറയുന്ന ഇന്ദ്രനെയാണ്. കുസുമായുധ വശനായാൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സൗന്ദര്യത്തിൽ ആകൃഷ്ടനായിട്ട് ചന്തൊണ്ടി വായ്മലരും പന്തൊക്കും മുലകളും ചന്തമേറിയിടും തുടക്കാമ്പും ആസ്വദിപ്പതിന് എന്തൊരു കഴിവെന്ന് ചിന്തിച്ചു ശതമകൻ ചന്താർ ബാണാർത്തി സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രീരൂപം ചിന്തിച്ച് അനംഗത
അനങ്കാന്ധനായി വന്നാനല്ലോ. അപ്പോൾ ഈ അഹല്യയുടെ ആ ഒരു ശരീര സൗന്ദര്യം പറയുന്നു. അപ്പോൾ അങ്ങനെ ആ ശതമഖൻ എന്ന് പറയുന്ന ഇന്ദ്രനാണ്, 100 യാഗം ചെയ്ത ആളാണ് ഇന്ദ്രൻ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഈ സുന്ദരിയായ അഹല്യയുടെ രൂപം ചിന്തിച്ച് പിന്നെ കാമ അന്ധനായി എന്ന് പറഞ്ഞാൽ കാമത്താൽ അന്ധനായി, കണ്ണ് കാണാത്തവനായി. അന്തരാത്മനി വിബുധേന്ദ്രനും അതിനിപ്പോൾ അന്തരം കൂടാതെ ഒരന്തരം എന്തെന്നോർത്ത് ലോകേശാത്മജ സുത നന്ദനനുടെ രൂപം നാഗനായകൻ കൈക്കൊണ്ട് അന്ത്യയാമാദിയെങ്കിൽ. അപ്പോൾ ഇനി എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചിട്ട് എങ്ങനെയാണ് അഹല്യയെ സ്വാധീനിക്കുക എന്ന് വിചാരിച്ചിട്ട് ഈ ഗൗതമൻ്റെ രൂപം തന്നെ, അതായത് ഗൗതമമുനി ഭർത്താവിനായ ഗൗതമമുനിയുടെ രൂപം തന്നെ ഇന്ദ്രൻ കൈക്കൊണ്ടിട്ട് നാഗനായകൻ എന്ന് പറഞ്ഞ ഇന്ദ്രൻ, ലോകേശാത്മജ എന്ന് പറയുമ്പോൾ ഗൗതമൻ, ലോകേശാത്മജ സുതനന്ദനൻ അത് ഗൗതമനാണ്. ആ ഗൗതമൻ്റെ രൂപം എടുത്തുകൊണ്ട് നാഗനായകൻ ഇന്ദ്രൻ കൈക്കൊണ്ട് അന്ത്യയാമാദിയെങ്കിൽ. അപ്പോൾ സന്ധ്യാസമയത്തിന് സന്ധ്യാവന്ദനത്തിന് ഗൗതമൻ പോയ നേരം അന്തരാ പുക്കാൻ ഉടജാന്തരേ പരവശാൽ. അപ്പോൾ ഗൗതമൻ സന്ധ്യാവന്ദനം കുളിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഗൗതമൻ പോയ സമയത്ത് പിന്നെ ഗൗതമൻ്റെ ആ വേഷം ധരിച്ചുകൊണ്ട് ഇന്ദ്രൻ അവിടെ എത്തി. സുത്രാമാ വഹല്യയെ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്ത് ഗൗതമനും മിത്രൻ തന്നുദയമൊട്ടടുത്തിയില്ലെന്ന് കണ്ട് ബദ്ധസന്ദേഹം ചെന്ന നേരത്ത് കാണായി വന്നു. വൃത്രാരാധിക്ക് മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ വിത്രസ്തനായത്രയും വേപത് പൂണ്ട് നിന്നാൻ. അപ്പോൾ തന്നെ ഗൗതമുനിയുടെ രൂപം പൂണ്ടാണ് വന്നത്. പിന്നെ അങ്ങനെ വന്ന് കള്ളവേഷത്തിലാണ് എത്തിയത്. അപ്പോൾ പിന്നെ അത് പക്ഷേ അതെല്ലാം കഴിഞ്ഞ് പിന്നെ അഹല്യയെ പ്രാപിച്ചതിന് ശേഷം അഹല്യയായിട്ട് കുറേ സമയമൊക്കെ ചിലവഴിച്ചു. അപ്പോഴേക്കാണ് പിന്നെ ഈ മുനീന്ദ്രൻ സന്ധ്യാവന്ദനമൊക്കെ കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ വൃത്രാരാധി എന്ന് പറഞ്ഞാൽ ഇന്ദ്രന് മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ വിസ്ത്രസ്തനായത്രയും വേപത പൂണ്ടു നിന്നാൻ. അപ്പോൾ വിറച്ചുകൊണ്ട് നിന്നു ഇന്ദ്രൻ പിന്നെ ഈ ഗൗതമ മുനിയുടെ മുമ്പിൽ. തന്നെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ട് അതികോപം കൈക്കൊണ്ട് മുനീന്ദ്രനും തൻ്റെ രൂപം കൈക്കൊണ്ട് വന്ന ഇന്ദ്രനെ കണ്ടിട്ട് വളരെയധികം കോപത്താലാണ് ഗൗതമ മുനി അവിടെ നിന്നത്. അപ്പോൾ നില്ല ആരാകുന്നത് എന്തിനു ദുഷ്ടാത്മാവേ ചൊല്ലന്നോട്, നീ എല്ലാമേ പരമാർത്ഥം, നീ അവിടെ നിൽക്ക് എന്ന് പറയും. എന്നിട്ട് നീ സത്യം പറയും, നീ ആരാണ്, നീ എന്തിനാണിങ്ങനെ വന്നത്, കപടവേഷം കെട്ടിയിട്ട് നീ എന്തിനാണ് വന്നതെന്ന് ചോദിക്കും. ചൊല്ലന്നോട് നീ എല്ലാമേ പരമാർത്ഥം വല്ലാതെ മമരൂപം കൈക്കൊള്ളുവാനെന്തുമൂലം, നീ എല്ലാം സത്യമായിട്ട് പറയും, നീ എന്തിനാ എൻ്റെ രൂപം സ്വീകരിച്ചത്. നിർലജ്ജനായ ഭവാൻ ഏതൊരു മഹാപാപി സത്യം എന്നോട് ചൊല്ലി ഈടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയാകിൽ ഭസ്മമാക്കും അവനിപ്പോൾ. അപ്പോൾ പറയുന്നത്, നീ സത്യം പറയില്ലെങ്കിൽ ഞാൻ നിന്നെ ഭസ്മമാക്കി മാറ്റും എന്ന് ഗൗതമ മുനി പറയുന്നു. അപ്പോൾ ഈ മുനി ശ്രേഷ്ഠന്മാരൊക്കെ അങ്ങനെയാണ്, അവർ ഭയങ്കര ശാപമൊക്കെ കൊടുക്കുന്നവർ. ചൊല്ലിനാനതു നേരം താപസേന്ദ്രനെ നോക്കി, സ്വർലോകാധിപനായ കാമകിങ്കരനഹം വല്ലായ്മ എല്ലാം അകപ്പെട്ടിത് മൂഢത്വം കൊണ്ട് എല്ലാം നിന്തിരുവടി പുറത്തു കൊള്ളണമേ. അപ്പോൾ ആ താപസേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഗൗതമ മുനിയെ നോക്കിയിട്ട് പറഞ്ഞു, സ്വർലോകാധിപനായ എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ സ്വർലോകത്തിൻ്റെ അധിപനാണ്. കാമകിങ്കരൻ, കാമത്തിന് അടിമപ്പെട്ട ഇന്ദ്രൻ വല്ലായ്മയെല്ലാം അകപ്പെട്ടിത് മൂഢത്വം കൊണ്ട്, എൻ്റെ ബുദ്ധി ഇല്ലായ്മ കൊണ്ടാണ് ഞാനിതെല്ലാം ചെയ്തത്, പൊറുക്കണം എന്ന് പറഞ്ഞു.
സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം. അപ്പോൾ നീ 1000 ശരീരത്തിൽ 1000 ലിംഗങ്ങളുള്ളവനായിട്ട് മാറുമെന്ന് പറയും. ശരീരം മുഴുവനും ലിംഗങ്ങളുള്ള ആളാവട്ടെ എന്ന് പിന്നെ ശപിച്ചു. താപസേശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ച ആശ്രമം പുക്കപ്പോൾ അഹല്യയും വേപത് പൂണ്ട് നിൽക്കുന്നത് അത് കണ്ട് അരുൾ ചെയ്ത് താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ. അപ്പോൾ പക്ഷേ അങ്ങനെ പറഞ്ഞെങ്കിലും പിന്നെ ഈ 1000 ലിംഗങ്ങൾ എന്നുള്ളത് കുറച്ച് അതിലൊരു വിട്ടുവീഴ്ച വരുത്തി. അപ്പോൾ എന്നിട്ട് 1000 കണ്ണുകളുള്ളവനാവട്ടെ എന്ന് അതിന് ആ ഒരു ശാപത്തിനൊന്ന് ലഘൂകരിച്ചു. അതുകൊണ്ടാണ് സഹസ്രാക്ഷൻ എന്ന് ഇന്ദ്രനെ പറയുന്നത്. താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചരേ ദുഷ്ടമാനസേ തവ സാമർഥ്യം നിന്നു പാരം ദുഷ്കൃതമൊടുങ്ങുവാൻ ഇതിന്ന് ചൊല്ലിയിടുവാൻ. അപ്പോഴാണ് ആശ്രമത്തിൻ്റെ അകത്ത് പോയപ്പോൾ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന അഹല്യയെയും കണ്ടു. അപ്പോൾ പറയുന്നു, ദുഷ്ടമാനസേ ദുഷ്കൃതമൊടുങ്ങുവാൻ ഞാൻ പറയുന്നു. ദുഷ്കൃതിയായുള്ളൊരു ദുർധര മഹാവ്രതം കാമകിങ്കരി ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധ്യാനിച്ചിവിടെ വസിക്കണം. പറയും, നീ ഒരുപാട് വർഷം ഈ കാട്ടിൽ ശിലയുടെ രൂപത്തിൽ രാമൻ്റെ പാദസ്പർശം കിട്ടുന്നവരെ നീ ഇവിടെ വസിക്കണം എന്ന് പറയും. അങ്ങനെ അഹല്യയും ശപിച്ചു. നീഹാര ആദവ വായു വർഷാദികളും സഹിച്ച ആഹാരാദികളേതും കൂടാതെ ദിവരാത്രം നാനാജന്തുക്കളൊന്നും ഇവിടെയുണ്ടായി വരാ കാനന ദേശേ മതി ആശ്രമേ മനോഹരേ. അപ്പോൾ പറയുന്നു, ഇവിടെ നീഹാരം, മഞ്ഞ്, ആദപം, വായു, വർഷം എല്ലാം മഴയും ഒക്കെ സഹിച്ച് ആഹാരമൊന്നുമില്ലാതെ രാവും പാലും ദിവാരാത്രം നാനാജന്തുക്കളൊന്നും ഇവിടെ പക്ഷേ വരില്ല. നാനാജന്തുക്കളൊന്നും ഇവിടെ വരില്ല. എന്നാൽ നീ ഇവിടെ കാനനത്തിൽ കഴിയണം. കാനനദേശേ മതി ആശ്രമേ മനോഹരേ, എൻ്റെ ആശ്രമത്തിൻ്റെ അടുത്തായിട്ട് നീ കഴിയണം. ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും രാമദേവനും അനുജനും. അങ്ങനെ കുറേ കൊല്ലങ്ങൾ കഴിയുമ്പോൾ രാമദേവനും അനുജനും വരും എന്ന് അന്ന് പ്രവചിച്ചു. ശ്രീരാമപാദാംബോജ സ്പർശനമുണ്ടായിടുന്നാൾ തീരുന്നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും. അപ്പം നീ ശ്രീരാമൻ്റെ പാദം നിൻ്റെ കാലിൽ, നിൻ്റെ ദേഹത്ത്, ഈ ശിലയായ നിൻ്റെ ദേഹത്ത് പതിയുമ്പോൾ നിൻ്റെ ദുരിതങ്ങളെല്ലാം തീരും, നീ മോക്ഷം നിനക്ക് കിട്ടും എന്ന് പറയും. പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്ത് കുമ്പിട്ടുകൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്ന് പൂതമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം. അങ്ങനെ നീ ഭക്തിയോടെ പ്രദക്ഷിണമൊക്കെ ചെയ്ത് രാമനെ സ്തുതിക്കുമ്പോൾ നിനക്ക് ശാപമോക്ഷം കിട്ടും. അപ്പോൾ രാമൻ്റെ പാദം പതിയുമ്പോൾ ഈ ശിലാരൂപം മാറും. പിന്നെ രാമനെ സ്തുതിക്കുമ്പോൾ ശാപത്തിൽ നിന്ന് നിനക്ക് മോക്ഷവും കിട്ടും എന്ന് പറയും. പൂതമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം. അങ്ങനെ പൂതം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമാണ്. പൂതമാനസ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ മനസ്സുള്ള ആളായിട്ട് നീ മാറുമ്പോൾ നിനക്ക് എന്നെ വന്ന് ശുശ്രൂഷിക്കാം. അതുവരെ നിനക്ക് ഇനി എന്നെ ശുശ്രൂഷിക്കാൻ കഴിയില്ല എന്ന് അരുൾ ചെയ്തു മുനി ഹിമവൽ പാർശ്വം പുക്കാൻ അന്ന് തൊട്ടിവിടെ വാണിയിടിനാൾ അഹല്യയും. അന്ന് തൊട്ട് പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് മുനി ഹിമാലയത്തിൻ്റെ ചെരുവിലേക്ക് പോയി. പക്ഷെ ആ ദിവസം തൊട്ട് അഹല്യ ഇവിടെ ഇങ്ങനെ രാമൻ്റെ വരവും കാത്ത് ഇങ്ങനെ കിടക്കുകയാണ് ശിലയായിട്ട്. അതാണ് അഹല്യയ്ക്ക് കൊടുത്ത ശാപം. നിന്തിരുമലരടി ചെന്തളിർ പൊടിയേൽപ്പാൻ എന്തൊരു കഴിവെന്ന് ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ട് സന്തതം വസിക്കുന്നു. അപ്പോൾ രാമൻ്റെ പാദത്തിൻ്റെ പൊടിയേൽക്കാൻ എങ്ങനെയാണ് പറ്റുക എന്ന് വീണ്ടും ആലോചിച്ച് ഇങ്ങനെ അവിടെ കഴിയുകയാണ്. എപ്പോഴാണ് അത് എന്ന് വിചാരിച്ചുകൊണ്ട് കഴിയുന്നു. സന്തോഷസന്താനമേ ചിന്താമണേ ആരാലും കണ്ടുകൂടാ അതൊരു ഭാഷണാംഗിയായി
ഘോരമാം തപസ്സോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദിനിയായ ഗൗതമപത്നിയുടെ കൽമഷം അശേഷം നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണമെന്നു തന്നെ പറയുന്നത്. ഇങ്ങനെ സന്താനമേ എന്ന് പറഞ്ഞാൽ കൽപ്പവൃക്ഷം എന്നാണ് അതിൻ്റെ അർത്ഥം. രാമൻ കൽപ്പവൃക്ഷം പോലെയാണ്, എന്തും തരുന്ന ആളാണ് എന്നും. ചിന്താമണി എന്ന് പറഞ്ഞാൽ മണി എന്ന് പറയുന്നത് ഒരു രത്നമാണ്, എന്തും നേടിക്കൊടുക്കുന്ന രത്നം. അപ്പോൾ ആ രണ്ട് വിശേഷണങ്ങളാണ് രാമന് പറയുന്നത്. സന്താനമേ എന്നും ചിന്താമണി എന്നും അത് രാമനെ വിശേഷിപ്പിക്കുന്നതാണ്. അത്രയും എല്ലാം തരുന്ന രാമൻ ആരാലും കണ്ടുകൂടാതൊരു പാഷണാംഗിയായി ഘോരമാം തപസ്സോടും ഇവിടെ വസിക്കുന്നു. അപ്പോൾ ആരാലും കാണാതെ ഒരു കല്ലായിട്ട് ഇവിടെ വസിക്കുന്നു. അതൊരു തപസ്സാണ്, കല്ലായിട്ട് ഇരുന്നു കൊണ്ടുള്ള തപസ്. ബ്രഹ്മനന്ദിനിയായ ഗൗതമപത്നിയുടെ കൽമഷം അശേഷവും നിന്നുടെ പാദങ്ങളാൽ. അപ്പോൾ ഗൗതമപത്നിയായ അഹല്യയുടെ കൽമഷം എന്ന് പറഞ്ഞാൽ പാപം, അശേഷവും എല്ലാ പാപവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണം. അത് മുഴുവനുമായിട്ട് ഇല്ലാതെയാക്കണം ഇന്നു തന്നെ. നിർമ്മലയായി വന്നിടും അഹല്യാദേവി എന്നാൽ ആ അഹല്യ അതിനുശേഷം പരിശുദ്ധയായിട്ട് മാറും എന്ന് പറയുന്നു. ഘാതിനന്ദനൻ ദാശരഥിയോടേവം ആശു തൃക്കയ്യം പിടിച്ചുട ജാങ്കണം ബുക്കാൻ. അങ്ങനെ വിശ്വാമിത്രൻ, ഘാതിനന്ദൻ എന്ന് പറഞ്ഞാൽ വിശ്വാമിത്രൻ, ദാശരഥി എന്ന് പറഞ്ഞാൽ ദശരഥൻ്റെ പുത്രൻ, അതായത് രാമനോട് ഏവം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം പറഞ്ഞ് ആശു പെട്ടെന്ന് തൃക്കയ്യം പിടിച്ച് അങ്ങോട്ട് പോയി. പിന്നെ ഉഗ്രമാം തപസ്സോടും ഇരിക്കും ശിലാരൂപം അഗ്രേ കാൺകെന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ. അപ്പോൾ വിശ്വാമിത്രൻ പിന്നെ വീണ്ടും വിശ്വാമിത്രനും രാമൻ ലക്ഷ്മണനും കൂടി ഉള്ള യാത്രയിലേക്ക് വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഉഗ്രമായ തപസ്സോട് കൂടിയിരിക്കുന്ന ശിലയായിട്ടുള്ള അഹല്യയെ കാണിച്ചു കൊടുക്കും വിശ്വാമിത്രൻ രാമന്. അഗ്രേ കാണുകയെന്നും കാട്ടിക്കൊടുത്തു മുനിവരെ നോക്കുക, അതാ ആ മുമ്പിൽ കാണുന്നതാണ് അത്, ആ ശിലയാണ് അഹല്യ എന്ന് പറയും. പാദാംബുജം മെല്ലെ വച്ചിത് രാമദേവൻ ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്ന് പറഞ്ഞ് ആമോദം പൂണ്ടുനാഥൻ കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ. അപ്പോൾ ആ പാദാംബുജ താമര പോലുള്ള കാല് പതുക്കെ മേലെ കല്ലിൽ വെച്ചിട്ട് പറഞ്ഞു, ഞാൻ രാമനാണ്. രാമോഹം എന്ന് പറഞ്ഞാൽ രാമൻ അഹം, ഞാൻ രാമനാണ് എന്ന് പറഞ്ഞ് ആമോദം പൂണ്ടുനാഥൻ സന്തോഷത്തോടെ ശ്രീപതി രഘുപതി സൽപതി ജഗത്പതിയായ രഘുപതിയായ രാമൻ കോമളരൂപൻ മുനി പത്നിയെ വണങ്ങിനാൻ. അപ്പോൾ മുനി പത്നിയെ വണങ്ങി, ആ കല്ലിനെ വണങ്ങി. അന്നേരം നാഥൻ തന്നെ കാണായി അഹല്യയ്ക്കും വന്നു ഒരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ. അപ്പോൾ അഹല്യയ്ക്ക് ഈ ശ്രീരാമദേവനെ കാണാൻ പറ്റി വളരെ സന്തോഷമായി. താപസശ്രേഷ്ഠനായ കൗശികമുനിയോടും താപസഞ്ജയം നീങ്ങുമാറ് സോദരനോടും. അപ്പോൾ കൗശികമുനി എന്ന് പറയുമ്പോൾ വിശ്വാമിത്രനോടുകൂടി വന്ന രാമനെ താപസഞ്ജയം നീങ്ങുമാറ് സോദരനോടും, അതായത് ഈ ദുഃഖം മുഴുവൻ നീങ്ങാൻ സോദരനോടുകൂടി വന്ന ശാപനാശനകരനായ ഒരു ദേവൻ തന്നെ. ശാപനാശനം ചെയ്യാനാണ് വന്നിരിക്കുന്നത് സോദരനോടുകൂടി, ലക്ഷ്മണനോടുകൂടി. ആര് വന്നിരിക്കുന്നു? ശ്രീരാമദേവൻ. ശാപബാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സ വക്ഷസ്സോടും സുസ്മിത വസ്ത്രത്തോടും ശ്രീവാസാംബുജ ദല സന്നിഭ നേത്രത്തോടും വാസവനീലമണി സങ്കാശ ഗാത്രത്തോടും വാസവാദ്യ അമരൗഘ വന്ദിത പാദത്തോടും 10 ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായി അഹല്യയ്ക്കും. അപ്പോൾ അഹല്യ കണ്ട രൂപം എന്ന് പറയുന്നത് മഞ്ഞ പീതാംബരം വസ്ത്രം ധരിച്ച് പിന്നെ ഇന്ദ്രനീലമണി പോലുള്ള നീല നിറമുള്ള ശരീരത്തോടും പിന്നെ അതുപോലെ 10 ദിക്കിലും നിറഞ്ഞ കാന്തി, അത്രയും ശോഭയുള്ള ഭക്തവത്സലനായ പിന്നെ വിഷ്ണുവിൻ്റെ എല്ലാ ചിഹ്നങ്ങളും കണ്ടു എന്നും പറയുന്നു. ശ്രീവത്സം, മാറിൽ ശ്രീവത്സം,
പിന്നെ അതുപോലെ സുസ്മിത വക്രം, നല്ല ചിരിച്ച മുഖത്തോടുകൂടിയും, പിന്നെ അതുപോലെ ഭക്തവത്സലനായ ശ്രീരാമനെ കാണായത് അഹല്യയ്ക്ക്. അങ്ങനെ ആ ശ്രീരാമചന്ദ്രനെ കണ്ടു. തന്നുടെ ഭർത്താവായ ഗൗതമ തപോധനൻ തന്നോടും ഉര ചെയ്തതോ ഓർത്താളപ്പോൾ. അപ്പോഴാണ് പണ്ട് ഗൗതമൻ പറഞ്ഞത് ഓർമ്മ വന്നത്. നിർണയം നാരായണൻ താനിത് ജഗന്നാഥൻ അർണോജവിലോചനൻ പത്മജാ മനോഹരൻ. ഇത് ആ രാമൻ തന്നെ എന്ന് മനസ്സിലായി. ഇത്തമാത്മനി ചിന്തിച്ച് ഉത്ഥാനം ചെയ്തു ഭക്തിയാ സത്വരം അർഘ്യാദികൾ കൊണ്ട് പൂജിച്ചിടിനാൻ. അങ്ങനെ ഇത്തം പ്രകാരം ആത്മനി ചിന്തിച്ച്, മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഉത്ഥാനം ചെയ്തു എഴുന്നേറ്റ് ഭക്തിയോടെ സത്വരം പെട്ടെന്ന് അർഘ്യാദികൾ കൊണ്ട് പൂജയൊക്കെ ചെയ്ത് സന്തോഷാശ്രുക്കളൊഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്ന് ദണ്ഡ നമസ്കാരവും ചെയ്താൾ. അങ്ങനെ ദണ്ഡ നമസ്കാരം നിവർന്ന് നമസ്കാരമൊക്കെ ചെയ്തു. കണ്ണീര് ഒഴുകി സന്തോഷത്തോടെയും ഭക്തിയോടും കണ്ണീരൊക്കെ ധാരാളം ഒഴുകി തുടങ്ങി. ചിത്തക്കാമ്പിലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉത്ഥാനം ചെയ്തു. മുഹുരഞ്ജലി ബന്ധത്തോടും ചിത്തക്കാമ്പിൽ മനസ്സിൽ വർദ്ധിച്ച ഭക്തിയോടുകൂടി ഉത്ഥാനം ചെയ്തു എഴുന്നേറ്റ് മുഹുരഞ്ജലി ബദ്ധത്തോടും, അതായത് കൈകൂപ്പി നിന്നുകൊണ്ട് വ്യക്തമായൊരു പുളകാഞ്ചിത ഗാത്രത്തോടും. എന്നുവെച്ചാൽ പുളകാഞ്ചിത ഗാത്രം എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ കോരി തരിച്ച് നിൽക്കുക എന്ന് പറയില്ലേ. നമുക്കിങ്ങനെ പെട്ടെന്ന് ഭയങ്കര സന്തോഷവും ഒക്കെ വരുമ്പോൾ അത് പ്രതീക്ഷിക്കാത്തത് കാണുമ്പോഴുമൊക്കെ ശരീരം കോരിത്തരിക്കുമല്ലോ. അതാണ് പുളകാഞ്ചിത ഗാത്രം ശരീരം. പുളകാഞ്ചിതം കോരിത്തരിച്ച വ്യക്തമല്ലാതെ വന്ന ഗദ്ഗത വർണ്ണത്തോടും അദ്വയൻ ആയൊരു അനാദ്യ സ്വരൂപനെ കണ്ട് സദ്യോജാതാനന്ദാബ്ദി മഗ്നയായി സ്തുതി ചെയ്താൾ. അപ്പോൾ പറഞ്ഞ് വ്യക്തമല്ലാതെ വന്ന ഗദ്ഗത വർണ്ണത്തോട്, ഉള്ളിൽ ഒരു ഗദ്ഗതം, ഒരു ഇടർച്ച ഉണ്ടായിരുന്നു, വാക്കുകൾ വരുന്നില്ല. അദ്വയൻ എന്ന് വെച്ചാൽ പിന്നെ രണ്ടാമതൊരാളില്ലാത്തതാണ് അദ്വയൻ. അത് ഭഗവാനാണ്. ഭഗവാൻ രണ്ടില്ല, ഒന്നേ ഉള്ളൂ. അതാണ് അദ്വൈത സിദ്ധാന്തം. അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രൻ അനാദി സ്വരൂപൻ, ആദിയില്ല അന്തവുമില്ല. എവിടെ നിന്നാണ് ഭഗവാൻ തുടങ്ങിയത്, എവിടെ അവസാനം എന്നറിയില്ല. അതാണ് ആദിയില്ലാത്ത അനാദി സ്വരൂപനെ കണ്ട് സദ്യോജാത ആനന്ദ അബ്ദി മഗ്നനായി. ഉടനെ തന്നെ ആനന്ദ സമുദ്രത്തിൽ മുഴുകി സ്തുതി ചെയ്തു തുടങ്ങി. അങ്ങനെ പിന്നെ അഹല്യ ശ്രീരാമചന്ദ്രനെ സ്തുതിക്കാൻ തുടങ്ങി. അപ്പോൾ ഇനി അടുത്ത ഭാഗം അഹല്യാസ്തുതിയാണ്. അപ്പോൾ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. അപ്പോൾ ഈ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, അഹല്യ മോക്ഷവും. ഇനി അടുത്ത ഭാഗം അഹല്യാസ്തുതി, അത് അടുത്ത ഒരു ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇത്രയും ഭാഗം ശ്രീരാമചന്ദ്രൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ഹരേ കൃഷ്ണ. ഓം തത്സത്.